വചനമാണ് നമ്മളെ മാനസാന്തരപ്പെടുത്തുന്നത്. വചനം കേൾക്കുമ്പോഴാണ് അത് കഠിനമാണെന്നും പറഞ്ഞ് എല്ലാവരും പോകുന്നത്. ഈശോയുടെ കൂടെ കുറേയധികം ശിഷ്യന്മാരുണ്ടായിരുന്നു. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ ഈശോ 51 തൊട്ട് ആ 56 വരെയുള്ള തിരുവചനം പറഞ്ഞപ്പോ ആർക്കും പിടിച്ചില്ല. എന്തുകൊണ്ടാണ്? ബുദ്ധിയിലാണ് വചനം കാണുന്നത്. വചനം ഒരിക്കലും ബുദ്ധി കാണരുത്. വചനം കേൾക്കുമ്പോ എളിമയോടുകൂടി വേണം വചനം കേൾക്കാൻ. യെശയ്യാ 66-2-ാം വാക്യത്തില് എളിമയോടും അനുതാപത്തോടും കൂടെ വേണം വചനം ഇരുന്ന് കേൾക്കാനായിട്ട്. അതാ ഈശോ പറയുന്ന പട്ടിക്കും പന്നിക്കും വചനമിട്ട് കൊടുത്തുകൂടെന്ന്. മത്തായി 7:6 ആവശ്യമില്ലാത്തടത്തൊന്നും വചനം കൊടുത്തുകൂടെന്ന്. അതുകൊണ്ടാണ് ഈശോ ചില സ്ഥലങ്ങളിൽ കൊടുക്കില്ല, ചിലയിടത്ത് കൊടുക്കും. വചനം സ്വീകരിക്കാത്തവർക്ക് കൊടുക്കണ്ട, വചനം സ്വീകരിക്കുന്നവർക്ക് വചനം കൊടുക്കും. അപ്പൊ വചനം കേൾക്കുന്നവരെല്ലാം എളിമയെന്ന് വെച്ച ഹൃദയത്തിലാണ്. ഈ ആഴ്ച വളരെ നല്ലതാണ് എളിമയിലോട്ട് വരാൻ. ഈശോ എല്ലാ ശിഷ്യന്മാരുടെയും കാല് കഴുകി കാണിച്ചു. എന്നിട്ട് പറഞ്ഞ എന്താണ്? ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, പത്രോസേ ചെയ്തില്ലെങ്കിൽ പങ്കില്ല. എളിമ പഠിപ്പിക്കുകയാണ്. എളിമ വരുമ്പോഴാണ് നമ്മുടെ എല്ലാ കൃപകളും വരുന്നത്. മനുഷ്യന് ആർക്കും എളിമയില്ലാത്തതുകൊണ്ടാണ് ദൈവം ഒരു കൃപയും കിട്ടാത്തത്. എല്ലാവരും തലക്കനക്കവും അഹങ്കാരവും ഞാനെന്ന ഭാവവും, എനിക്ക് വസ്തുവുണ്ട്, എനിക്ക് വിദ്യയുണ്ട്, ഞാൻ സൗന്ദര്യമുണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട്, മക്കളുടെ പൂഴ്ച, ഇതെല്ലാം കുടുംബ മഹിമ, ഇതെല്ലാം പറഞ്ഞു നടക്കുന്നതുകൊണ്ടാണ് കൃപകൾ കിട്ടാതെ പോകുന്നത്. അപ്പൊ കൃപ വരണമെങ്കിൽ എളിമപ്പെടണം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് 1 സാമുവേൽ 16:7 എന്താ പറയുന്നതെന്ന് കേൾക്കുക. ഹൃദയമാണ്. കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാര വടിവോ ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയത്തിലും. മനുഷ്യൻ ബാഹ്യരൂപത്തില് കണ്ടോ, കളറ്, സൗന്ദര്യമാണ്, അതാ ഇതാ. ദൈവം ഈശോയ്ക്ക് അതല്ല, ഈശോ വ്യത്യസ്തമാണ്. കർത്താവ് നോക്കുന്ന ഹൃദയമാണ്. അതാ ലൂക്കാ സുവിശേഷം 16 ആ 13 തൊട്ട് 15 വചനത്തിൽ പറയുന്നത് എന്താ കേട്ടോ? ദൈവത്തിന് മനുഷ്യർക്ക് നല്ലത്, ദൈവത്തിന് നികൃഷ്ടമാണ്. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. കണ്ടോ? അപ്പൊ നമ്മുടെ ഹൃദയം മാത്രം മതി ഈശോയ്ക്ക്, വേറെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ഹൃദയത്തിനാണ് മാറ്റം. വചനങ്ങളെല്ലാം വരുമ്പോ ഹൃദയത്തിനാണ് മാറ്റം. വചനങ്ങൾ കേട്ട് വരുമ്പോ അപ്പോഴാണ് വിശ്വാസം ഉണ്ടാകുന്നത്. വിശ്വാസം എന്ത് വിശ്വാസം? യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള വിശ്വാസം. അപ്പോഴാണ് സത്യവിശ്വാസം. യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ ഒരൊറ്റ ദൈവം, ദൈവപുത്രൻ. ആ വിശ്വാസത്തിലോട്ട് വരും നാം. വചനം കേട്ട് വരുമ്പോഴാണ്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:12-13 ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. പൂർണ്ണ ഹൃദയത്തോടെ തിരിച്ചു വരണം. പൂർണ്ണ ഹൃദയം. കുറച്ച് കർത്താവിന് വേണ്ട. ധ്യാനം കഴിഞ്ഞ പൂർണ്ണ ഹൃദയം വരുമ്പോ ഉറച്ചിരിക്കോടെ, അല്ല വസ്ത്രമല്ല കീറേണ്ടത്. കണ്ടോ? ഹൃദയമാണ്. ഇപ്പൊ വചനം വന്ന് കഴിയുമ്പോ നമ്മുടെ ഹൃദയത്തിന് മാറ്റം ഉണ്ടാവും. ആ മാറ്റമാണ്. അപ്പൊ അസൂയയും തർക്കവും കൂടെ ഉണ്ടാവും നമ്മുടെ കൂടെ. അസൂയയും തർക്കം ഉണ്ടെങ്കിൽ നാം ജഡത്തിലാണ്. അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് 1 കൊറിന്തോസ് 3 1 തൊട്ട് 3 വചനത്തില് അസൂയയും തർക്കവും കണ്ടോ കൂടുതൽ ആർക്കായിരിക്കും? എല്ലാവർക്കും ഉണ്ടാവും. അത് വിട്ടു പോരുമ്പോഴാണ് നാം ഈശോയിലോട്ട് അടുക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസും പറയുന്നത് 1 പത്രോസ് 2 1 തൊട്ട് 3 വചനം എല്ലാം കേൾക്കുക. എന്താണ് പറയുന്നത് വിശുദ്ധ പത്രോസ് ആരാണ്? വിശുദ്ധ പത്രോസ് ആരാണ്? ആദ്യത്തെ മാർപ്പാപ്പയല്ല. അതൊക്കെ നമ്മൾ ഈശ്വരനെ കണ്ടുമുട്ടുമ്പാരാണ്. അമ്മ മീൻ പിടിക്കാൻ പോകുന്ന, ഇപ്പൊ നമ്മൾ പറയില്ലേ റബ്ബർ വെട്ടാൻ പോകുന്നു, അത് കല്ല് വെട്ടാൻ പോകുന്നു, അതുപോലെ ഒരാള്. പക്ഷേ ഈശോയെ കണ്ടുമുട്ടിയവർ വിശ്വസിച്ചു. അപ്പം ജ്ഞാനം വന്നു. ജ്ഞാനം വിവേകമൊക്കെ ദൈവം തരും.
ദൈവീയ ജ്ഞാനം അല്ലെങ്കിൽ ബുദ്ധിയിലാണ് വചനങ്ങളൊക്കെ അല്ല. വചനങ്ങൾ ബുദ്ധി കൈകാര്യം ചെയ്യാമോ? ഒരിക്കലും പാടില്ല. അതുകൊണ്ടാണ് വചനം കേൾക്കുന്ന മുമ്പ് തന്നെ എളിമ വരണം. എളിമയില്ലാത്തവർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. എത്ര കൊല്ലം നടന്നാലും അവരെല്ലാം അവസാനം ആര് കൊണ്ടുപോകും? പിശാച് തട്ടിക്കൊണ്ടുപോകും. അവൻ അലറുന്ന സിംഹമാണ്. 1:10 5 8. അലറിക്കൊണ്ട് നടക്കണേ ആര് വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ പോയി പെടും. കണ്ടോ? അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് എന്താ പറയുന്നത്? നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കാൻ, ഇളം കുഞ്ഞുങ്ങളെ പോലെ ദാഹിക്കാൻ അവർക്കാണ് വചനം കിട്ടുകയുള്ളൂ. കണ്ടോ? ഇളം പൈതലങ്ങളെ കുഞ്ഞുങ്ങളെ പോലെ ദാഹിക്കാൻ പാലിനു വേണ്ടി, വചനത്തിന് വേണ്ടി. മത്തായി 4:4 ലൂക്കാ 4:4 ഭക്ഷണമാണ്. വചനം ഭക്ഷണമാണ്. അതുകൊണ്ടാണ് ഈ അവസാന നാളുകളില് ആമോസ് പ്രവാചകൻ 8 11-13 വനത്തില് അനേകര് ഭക്ഷണക്ഷാമമല്ല, ജലത്തിന്റെ ക്ഷാമമല്ല, ഈ വചനം കേൾക്കാതെ ക്ഷാമം കൊണ്ട് ഓടും. 4 വശത്ത് വചനം ഒന്ന് കേട്ടാൽ ഓടും കേൾക്കാൻ. ഈ സമയത്താണ് പിശാച് കയറി മുതലെടുക്കുന്നത്. അവനറിയാം എവിടെല്ലാം കയറണം. അവന്റെ സകല തന്ത്രങ്ങളും അറിയാം. അതുകൊണ്ടാണ് കൃപയുണ്ടെങ്കിൽ അവന്റെ തന്ത്രങ്ങൾ നമുക്കും അറിയാൻ സാധിക്കും. അവൻ വരുന്നത് ആരിൽ കൂടിയാണ്? നമ്മിൽ കൂടിയാണ്, നമ്മുടെ സഹോദരിൽ കൂടിയാണ്. ഒരുമിച്ച് നടക്കുന്ന സഹോദരിൽ കൂടിയാണ് തെറ്റിപ്പോകുന്നത്. അവരിൽ കൂടിയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അതാണ് വിശുദ്ധ പത്രോസിനെ നാം കേൾക്കാത്തതുകൊണ്ട് 2 പത്രോസ് 2:1-3 വചനത്തില് നമ്മുടെ ഇടയിൽ നിന്നാണ് അവർ പോയി പുറത്തോട്ട് പോകുന്നതെന്ന്. എല്ലാം തെറ്റായി വ്യാഖ്യാനിക്കും. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തിവെക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അങ്ങനെ അവർ മൂലം സത്യത്തിന്റെ മാർഗം നിന്ദിക്കപ്പെടും. അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളംബം വരികയില്ല. വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. വചനങ്ങളെല്ലാം ഉളച്ചടിക്കും. അതുകൊണ്ടാണ് വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എളിമയോടുകൂടി ഇരുന്നാൽ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് പതിയും. വചനം ഇസക്കൽ പ്രവാചകന്റെ പുസ്തകത്തില് 3:1-3 വനത്തില് ഇസക്കൽ പ്രവാചകൻ എന്താണെന്ന് കേൾക്കണം. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക. എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വാ തുറന്നു. അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ചു വയറു നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു. എന്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. വചനം തേൻ പോലെ മധുരിക്കുമെന്ന്. അതുകൊണ്ടാണ് സങ്കീർത്തനം 119-103 വചനം തേനാണെന്ന് പറയുന്നത്. മധുരമാണെന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ആദ്യമെല്ലാം അസ്വസ്ഥ ഉണ്ടാവും വചനം കേൾക്കുമ്പോ. കാരണം നാം എല്ലാം പാപത്തിൽ കിടക്കുന്നതുകൊണ്ടാണ്. വചനം വരുമ്പോ ഓരോ വാള് വന്ന് വെട്ടുന്ന പോലെ തോന്നും. വെട്ടലാണത്. അതാണ് എബ്രായർ 4:12 വചനം 20 വാളാണ്. അത് വന്ന് മജ്ജയിലും മാംസത്തിലും എല്ലാം കയറി വെട്ടിക്കൊണ്ടിരിക്കും. ഓരോ വചനം കേട്ട് വരുമ്പോഴാണ് നമ്മൾ വ്യത്യാസം വരുന്നത്. ഞാൻ ഈശോയിലോട്ട് വന്ന ശേഷം എനിക്ക് കൈവൊക്കെ സ്തുതിക്കാൻ പറ്റാതിരുന്നു. മറ്റോ സമ്മതിക്കല കൈവക്കാൻ. കൈവൊക്കെ പോയാലോ സ്വതന്ത്രനായി ഈശോയുമായിട്ട് അടുത്ത്. 1 തിമോത്തി 2:8 സഹോദരന്മാരുടെ കരങ്ങളെല്ലാം, പുരുഷന്മാരുടെ കരങ്ങളെല്ലാം പവിത്രങ്ങളാണ്. കുറെ ദിവസം കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് വചനം പറഞ്ഞ് കേട്ട് വന്നപ്പോഴാണ് കൈ തന്നെ പൊങ്ങിപ്പോയത്. കൈ പൊങ്ങിപ്പോയപ്പോ സ്വതന്ത്രനായി. ധൈര്യം വന്നു. സ്തുതിച്ചു കഴിയുമ്പോൾ ധൈര്യം വരും, ആത്മാവിന് ശക്തി വരും. ഒരു പരിശുദ്ധാരൂപി നമ്മളിലോട്ട് വരും. നമ്മുടെ പാപത്തിൽ നാം വിട്ടുപോരുമ്പോ നാം എല്ലാവരും പവികളാണ്. ഞാനും നിങ്ങളും. തിത്തോസ് 3:3 നാം എല്ലാം കിടക്കുന്നത്. 3-7 വരെ കർത്താവിന്റെ കൃപ വന്നപ്പോഴാണ്. ഈ കൃപ കിട്ടാനാണ് ഈ ധ്യാനം, വചനം കേൾക്കുവാൻ ഒരുക്കുന്നത്. അത് ദൈവത്തിന്റെ പ്രത്യേക
കൃപ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന നടന്നിട്ടായിരിക്കാം ഇവിടെ വരുന്നത്. തിത്തോസ് 3:3-7 വരെയുള്ള വചനം. എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു. ആയിരുന്നോ? ഇല്ലയോ? ഇല്ലല്ലേ? എല്ലാമായിരുന്നു. ഞാനും നിങ്ങളും എന്തൊക്കെയാ കേട്ടത്? ആരെങ്കിലും അനുസരണമുള്ളവരായിരുന്നോ? അപ്പനോട്, അമ്മയോട്, ഭർത്താവിനോട്? അടിമപ്പെട്ടവരും സകല പാപത്തിനും അടിമപ്പെട്ടവരും വെറുക്കപ്പെട്ടവരും മനുഷ്യരും എല്ലാവരും വെറുക്കപ്പെട്ടവരും. രാത്രിയൊക്കെ ആണെങ്കിലും കുടിച്ച് എല്ലാവരും മെക്കട്ടക്കല്ലേ കയറുന്നത് കണ്ടോ? പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു. പരസ്പരം വെറുക്കുന്നവരായിരുന്നു. കാരണം വായെടുത്താൽ മറ്റുള്ളവരെ പരിഹസിക്കുക, പരദൂഷണം എല്ലാമായിരുന്നു. പിന്നെ എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ, സ്നേഹം നിറഞ്ഞ കാരുണ്യം കർത്താവ് തന്നപ്പോൾ, കർത്താവിന്റെ കാരുണ്യത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം രക്ഷപ്പെടുത്തത്. ആ കാരുണ്യം ദയാണ് കർത്താവിന്റെ പരമപ്രധാനം. അല്ല ഇന്നാളെന്നൊന്നുമില്ല. ദൈവം ദയ കൊടുക്കുന്നു. ആ വരുന്നതാകട്ടെ 2 കൊരിന്തോസ് 7:9-11 വചനത്തില് ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്തലവും ലൗകികമായ പശ്ചാത്തലവും രണ്ടുമുണ്ട്. 2 തരത്തിലുണ്ട്. ചെറുക്ക് കാശൊക്കെ കുറച്ച് പോകുമ്പോഴാണ് കർത്താവിനെ വിളിക്കുന്നത്. ചിലപ്പോൾ മകളെ കെട്ടിക്കാതെ ആകുമ്പോഴാണ് കർത്താവിനെ വിളിക്കുന്നത്. ചിലർ വീടില്ലാത്തപ്പോഴാണ് കർത്താവിന്. ചിലർ കടം കയറുമ്പോഴാണ് ഈശ്വരനെ വിളിക്കുന്നത്. അതിന് കാരണമാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്തലം തരും. അതാണ് യഥാർത്ഥ പശ്ചാത്തലം. അവിടെ വരുമ്പോഴാണ് മനസ്സിന്റെ മാറ്റം. കർത്താവെ, ഞാൻ ഇത്രയും കാലം പാപത്തിലായിരുന്നു. പാപത്തിന്റെ ചെളിയിൽ ആരും എനിക്ക് പറഞ്ഞു തരാനില്ലായിരുന്നല്ലോ ഈശോയെ, വചനം തരാനില്ലായിരുന്നല്ലോ, അങ്ങയുടെ വചനം കേൾക്കാൻ എനിക്ക് അവസരം തന്നില്ലല്ലോ എന്നെല്ലാം വിചാരിച്ച നാം പ്രയാസപ്പെടുന്നത്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്, എവിടെയെങ്കിലും എല്ലാം വെച്ച് വചനം കേട്ടുകയാണ് നാം ആകർഷിച്ചു വരുന്നത്. ഇനി വായിക്കാതെ. സ്നേഹം നിറഞ്ഞ കാരുണ്യം വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താൽ അത്രേ. ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. അപ്പൊ ഈ ദിവസം തീരുമ്പോ പരിശുദ്ധാത്മാവ് എല്ലാവരും ശക്തമായിട്ട് വന്നിരിക്കണം.